നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനിയുള്ള 40 ദിവസം പരമാവധി കളം നിറച്ചുള്ള പ്രചരണത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാനത്ത് മുന്നണികൾ. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും. പാലക്കാടാണ് മോദിയുടെ റോഡ് ഷോ. ആഴ്ച അവസാനത്തോടെ വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് വമ്പൻ വരവേൽപ്പ് ഒരുക്കാനാണ് UDF നീക്കം. CAAയിൽ മാത്രം ഊന്നിയുള്ള പ്രചാരണത്തിലാണ് ഇടത് നീക്കം. കൊടുംവെയിൽ 40 ദിവസം പ്രചരണത്തിന് വൻ തുകയും ആവശ്യമാണ്. ഈ രണ്ട് വെല്ലുവിളികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെ ഉയർത്തിയ ആവേശം ഒട്ടും കുറയ്ക്കാൻ മുന്നണികൾ തയ്യാറല്ല. ഒന്ന്, മെല്ലെപ്പോക്ക് നടത്തിയാൽ പോരിൽ പിന്തള്ളപ്പെടുമെന്നാണ് സ്ഥാനാർത്ഥികളുടെ പേടി. ഓരോ വോട്ടും സീറ്റും അത്ര നിർണായകമാണ്. രണ്ടാം ഘട്ടത്തിനപ്പുറത്തേക്ക് പോളിംഗ് പോയാലായിരുന്നു ആശങ്ക കൂടുതൽ. തീയതിയിൽ ആകെയുള്ള പ്രശ്നം വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് എന്നതാണ്. തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം സംഘടനകൾ. ഇതിനിടെ NDAയുടെ പ്രചരണം സജീവമാക്കാൻ 3 മാസത്തിനുള്ളിൽ 5ാം തവണയും മോദി കേരളത്തിലേക്ക് വരികയാണ്. തീയതി പ്രഖ്യാപനത്തിന് ശേഷം ചൊവ്വാഴ്ചത്തെ മോദിയുടെ പാലക്കാടൻ റോഡ് ഷോ ചരിത്രമാക്കാനാണ് BJP നീക്കം. നയയാത്ര പൂർത്തിയാക്കിയുള്ള രാഹുൽ ഗാന്ധിയുടെ വരവേൽപ്പിന് കാത്തിരിക്കുകയാണ് UDF. CAAയ്ക്കെതിരെ രാഹുൽ ഒന്നും ചെയ്തില്ലെന്ന് CPMന്റെ കടന്നാക്രമണത്തിനിടെയാണ് രാഹുൽ എത്തുന്നത്. 2019 ഇടതിനെ അങ്ങനെ വിമർശിക്കാതിരുന്ന രാഹുൽ പക്ഷേ ഇത്തവണ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇടതിന് മറുപടി പറയുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. CAAയിൽ മാത്രം ഫോക്കസ് ചെയ്തു പോകാനാണ് LDF തീരുമാനം.